കാരുണ്യം ആഡംബരമല്ലെന്നും സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്നും സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. ചെന്നൈ വിരുഗമ്പാക്കത്ത് ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന്റെ 2ാം ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. ചെന്നൈ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ 2ാം ദിനവും ഭക്തി നിർഭരമായാണ് അമ്മയെ വരവേറ്റത്. മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ആർ സുരേഷ് കുമാർ, മുൻ ജഡ്ജി ജസ്റ്റിസ് ആർ താരിണി, കേന്ദ്ര നൈപുണ്യ വികസന വകുപ്പ് അണ്ടർ സെക്രട്ടറി കെ ശ്രീനിവാസൻ, റിസർവ് ബാങ്ക് പാർട്ട് ടൈം ഡയറക്ടർ എസ് ഗുരുമൂർത്തി, ഇന്ത്യൻ നേവി കമാൻഡർ പവിത്രൻ, ടാക്സേഴ്സ് ആൻഡ് ഫാം എക്യുപ്മെന്റ്സ് ലിമിറ്റഡ് ചെയർപേഴ്സൺ മല്ലിക ശ്രീനിവാസൻ, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ചെയർമാൻ മനോജ് കുമാർ, SRM യൂണിവേഴ്സിറ്റി ചെയർമാൻ രവി പച്ചമുത്തു തുടങ്ങിയ പ്രമുഖരാണ് 2ാം ദിനം ഹാരമണിയിച്ച് അമ്മയെ വരവേറ്റ് അനുഗ്രഹം തേടിയത്. അമൃതശ്രീ വനിതാ സ്വയം സഹായ സംഘാംഗങ്ങൾക്കുള്ള ധനസഹായവും വസ്ത്രങ്ങളും അമ്മ വിതരണം ചെയ്തു. ജീവിതം അനന്തമാണെന്നും മനസ്സിന് എത്തിപ്പെടാൻ കഴിയാത്ത ആ അനന്തതയാണ് ജീവിത യാഥാർത്ഥ്യമെന്നും അതുമായി ശ്രുതി ചേർക്കാനും പൊരുത്തപ്പെടാനും കഴിയുമ്പോഴാണ് ജീവിതം സഫലമാകുന്നതെന്നും അമ്മ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. സത്സംഗത്തിനു ശേഷം അമ്മയുടെ ധ്യാനവും ഭജനയും നടന്നു. രണ്ട് ദിവസങ്ങളിലായി വിരുഗമ്പാക്കത്ത് നടന്ന ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ അമ്മയെ കാണാനും അനുഗ്രഹം തേടാനുമായി ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിയത്. മഹോത്സവത്തിനെത്തിയ മുഴുവൻ ഭക്തർക്കും അമ്മ ദർശനം നൽകി. 20-ന് തമിഴ്നാട് കരൂർ അമൃത വിദ്യാലയത്തിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ അമ്മ പങ്കെടുക്കും. അമൃത ന്യൂസ്, ചെന്നൈ.